السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله نحمده ونصلي على رسوله الكريم أما بعد. സർവാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, വിധികർത്താക്കളെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ആ മുഖങ്ങളുടെ നൂലാമാലകളൊന്നുമില്ലാതെ ഈ ഉള്ളവൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം കാലിക പ്രസക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ലിബറലിസം എന്നുള്ളത്. വർഷങ്ങളും മാസങ്ങളും താണ്ടി കാലം മുന്നോട്ട് ഗമിക്കുന്നത് പോലെ ഹിജാബും മുത്തലാഖും ജനറൽ ന്യൂട്രാലിറ്റിയും ജനറൽ ഇക്വാലിറ്റിയും കടന്ന് പുതിയ ചർച്ചാ തലങ്ങളിലേക്ക് വഴിമാറുമ്പോൾ 16-17 നൂറ്റാണ്ടിലൂന്നിയ സർവസ്വതന്ത്രത്തിലൂന്നിയ 18ാം നൂറ്റാണ്ടിൽ ക്ലാസിക്കൽ ലിബറലിസം എന്നും 20ാം നൂറ്റാണ്ടിൽ നയോ ലിബറലിസം എന്നും പ്രചാരം നേടി ജോൺ ലോക്കിന്റെ ചിന്താധാരകളിൽ നിന്ന് നിർഗളിച്ചു വന്നതായ ഉദാരവാദം അഥവാ ലിബറലിസം, അതിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉടലെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാനവ നാഗരികത ഇന്നോളം ആർജിച്ച നേട്ടങ്ങൾക്ക് അതിനിതാന്തമായി ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഇന്റലക്ട്, അവന്റെ ബുദ്ധിയും ഫ്രീ വിൽ, അവൻക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്രവും നൽകപ്പെട്ട മനുഷ്യനെ സർവതല സ്പർശിയായി മനുഷ്യ ജീവിതത്തെ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണുന്ന, എക്കണോമിക് എന്ന ആംഗിളിലൂടെ വീക്ഷിക്കുന്ന ഫെമിനിസത്തെക്കാളും സ്ത്രീ പുരുഷ തുല്യത എന്ന ഭാഗത്തിലൂടെ വീക്ഷിക്കുന്ന ഫെമിനിസത്തെക്കാളും സമൂഹത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആംഗിളിലൂടെ വീക്ഷിക്കുന്ന ലിബറലിസം അതിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ലോകം പിടിമുറുകുമ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അതിരുകളില്ലാത്ത സ്വതന്ത്ര ദർശനത്തെ ധാർമ്മികതയുടെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ലിബറലിസം അതിന്റെ പ്രായോഗിക അപകടങ്ങളാണ് സമകാലിക സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 50 വയസ്സിന് 50 മുകളിൽ പ്രായമുള്ളൊരു പിതാവ് തന്റെ ഭാര്യയെയും 7 മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പോലെ ജീവിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മകന്റെ അശ്ലീല ചിത്രശേഖരങ്ങളെ നശിപ്പിച്ചതിന്റെ പേരിൽ മാതാപിതാക്കൾ മകന് 22 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിക്കുമ്പോൾ ആത്മഹത്യക്ക് വേണ്ട ഉപകരണങ്ങൾ അനുമതി നൽകിയിട്ട് സ്വിറ്റ്സർലാൻഡ് പോലത്തെ രാജ്യങ്ങൾ കടന്നു വരുമ്പോഴും അതിരുകളില്ലാത്ത സ്വതന്ത്രത്തിന്റെ അനന്തരഫലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യു ഹാവ് ടു ഗോഡ്, വൺ ഈസ് പെയിൻ ആൻഡ് other ഈസ് പ്ലഷർ. നിങ്ങൾക്കുള്ളത് 2 ദൈവങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സുഖങ്ങളും മറ്റൊന്ന് നിങ്ങളുടെ ദുഃഖങ്ങളുമാണ്. അതായത് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മിനിമൈസേഷൻ ഓഫ് പെയിനും മാക്സിമൈസേഷൻ ഓഫ് പ്ലഷറുമാണെന്ന് ജെർമി ബന്തറിന്റെ വാക്കുകളാണിത്. സുഖാനുഭൂതികളെ അധികരിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത് മാത്രമാണ് എന്ന കാരണം കൊണ്ട് തന്നെ സുവർഗരതിയും സ്വതന്ത്രരതിയും മദ്യവും സെക്ഷൽ ഓറിയന്റേഷനും ഭ്രൂണഹത്യ തുടങ്ങിയ പോൺ കൾച്ചർ എന്നിവ അരാജകത്വങ്ങൾ ഇന്ന് ലോകത്ത് അധികരിച്ചു വരികയാണ്. സുഖാനുഭൂതികളെ എക്സ്ട്രാ, അതായത് ജനറൽ ന്യൂട്രാലിറ്റി വസ്ത്രവുമായി ബന്ധപ്പെട്ട് മുതിർന്ന വിദ്യാഭ്യാസ മന്ത്രി തന്റെ ട്വീറ്റിലൂടെ പങ്കുവെച്ച ഒന്നുണ്ട്. നാം എക്സ്ട്രാ നോർമേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന്. അതായത് നാം ഈ ഒരു ചിന്തകളിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്നാണ്. സമൂഹത്തിന്റെ അടിത്തറയെ നശിപ്പിക്കുന്ന, കുടുംബബന്ധം ശിഥിലമാക്കുന്ന ലൈംഗിക രോഗങ്ങളിൽ 3-ൽ 2 ഉണ്ടാകുന്നത് സുവർഗ അനുരാഗികളിലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ലൈംഗികമായ മുഴുവൻ അതിരുവരമ്പുകളും മുന്നോട്ട് വെക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഫെർഷ്യാലിറ്റി, കുട്ടികളോടുള്ള രതിയും അതുപോലെ ബെസ്റ്റാലിറ്റി, മൃഗങ്ങളോടുള്ള രതിയും തുടങ്ങിയവ ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ എന്നുള്ള ഖുർആനിന്റെ വചനം ഉത്തരവാദിത്തമോ കടപ്പാടുകളോ ഇല്ലാതെ ഉദാരത ലൈംഗികത അംഗീകരിക്കുന്ന രാജ്യത്ത് ആത്മഹത്യാ പ്രവണതകളുള്ളവരിൽ 85%, ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉള്ളവരിൽ 76%, ജയിൽവാസം അനുഭവിക്കുന്നവരിൽ 78%, ഇങ്ങനെ പിതാവില്ലാതെ വളർന്നവരാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതെല്ലാം ഒരു രോഗമാണെന്നും അതിനെ മാനസികമായ ചികിത്സയിലൂടെ മാറ്റി ചിന്തിക്കാൻ കഴിയുമെന്നും ജെയിംസ് ടാസിന്റെയും മൈക്കിൾ ഡേവിഡ്സന്റെയും മിഷൽ ക്രിസ്റ്റലയുടെയും ഗവേഷണങ്ങൾ തടഞ്ഞ് പൊതുബോധത്തിന് മുമ്പിൽ മതം പറയുന്നത് മോശമാണെന്നും മതത്തെ അടിവസ്ത്രം പോലെ ഉള്ളിൽ ഒതുക്കണമെന്നും
പറയുന്ന ലിബറലിസ്റ്റ് ചിന്തകൾക്ക് സമൂഹത്തിൽ വിഭാഗീയതയും ഫോബിയയും മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മതങ്ങൾക്കിടയിലേക്കും ഇന്ന് ലിബറലിസം മതങ്ങൾക്കിടയിലേക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിലേക്കും കടന്നു കയറുമ്പോൾ സർവഹിസങ്ങളെയും ആദർശങ്ങളെയും അസ്പർശിത മനോഭാവത്തോടുകൂടി അവരുടെ ചിതലരിച്ച പുരാണങ്ങൾ ഇന്ന് ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ ഈ ഒരു ജനസമൂഹത്തിന് മുമ്പിലാണ് പടനായകത്തിന്റെ പടക്കധ്വനി മുഴക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. വലഖദ് അർസൽനാ റസൂലനാ മിൻ ഖബലിക ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത് എന്നുള്ളത് ജനങ്ങൾക്ക് നീതിബോധം ലഭിക്കാൻ വേണ്ടിയാണ് ഖുർആനിനെയും പ്രവാചകനെയും അയച്ചത്. അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.